ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയാണെങ്കിൽ വീട് തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മനോഹരൻ കൂട്ടിക്കൊണ്ടുവന്ന ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആൾ പറയുന്നത് വെച്ചാൽ അയാളുടെ 10,000 രൂപ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീട് കാണിച്ചു തരാമെന്നാ. മനോഹരനും പറയുന്നുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, വീട് കാണാതെ എങ്ങനെയാണ് പണം കമ്മീഷൻ കൊടുക്കുക എന്നുള്ളത്. അത് കേട്ടിട്ട് അയാൾ മനോഹരൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, അതെന്താ മേഘ, ഒരുപാട് ആളുകൾ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ കമ്മീഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഗോവിന്ദൻ കുറച്ച് നേരത്തെ തന്നെ കമ്മീഷൻ ചോദിച്ച് വാങ്ങിക്കുന്നത്. അത് തന്നെ അയാളും പറയാണ്. അപ്പോൾ അങ്ങനെ മനസ്സോടെ മേഘ തൻ്റെ ബാഗിൽ നിന്നും പൈസ എടുക്കുകയാണ്. മേഘ പണം എടുത്തിട്ട് മനോഹരനെ ഏൽപ്പിക്കുകയാണ്. മനോഹരൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് എണ്ണുന്നുണ്ട്. ആ സമയത്ത് അയാൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും വട്ടാണെന്നാണ് തോന്നുന്നത്. വീട് കാണാതെയാണോ ഈ മണ്ടന്മാർ എനിക്ക് കമ്മീഷൻ തരാൻ വേണ്ടി പോകുന്നത്? അപ്പോഴേക്കും മനോഹരൻ പണം എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഗോവിന്ദന് നേരെ നീട്ടി കൊടുക്കുവാണ്. ഗോവിന്ദ, ഇതാ നീ ചോദിച്ച നിന്റെ കമ്മീഷനായ 10,000 രൂപ എന്ന് പറഞ്ഞ് കൊടുത്തതും അയാൾ വേഗം 2 കൈ നീട്ടി അത് വാങ്ങിയിട്ട് പോക്കറ്റിൽ വെക്കുകയാണ്. ഇനി ആ വീട് നിങ്ങളുടെ സ്വന്തമായിന്ന് തന്നെ കരുതിക്കോ, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അയാൾ നടക്കുകയാണ്. അപ്പോൾ മനോഹരനാണെങ്കിൽ മേഘയോട് അഭിമാനത്തോടെ പറയുന്നുണ്ട്, മേഘ, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. നീ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള വലിയ വീട് ഇപ്പോൾ നിന്റെ കയ്യിലുള്ള 7,000 രൂപയ്ക്ക് തന്നെ കിട്ടി. അല്ലാതെ പിന്നെ നീ തന്നെ നോക്ക് മേഘ, അഡ്വാൻസ് പോലും കൊടുക്കാതെ ഇത്രയും നല്ല വീട് കിട്ടുകയെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഓണർ ആർക്കും കിട്ടില്ല. മേഘയ്ക്കും അത് കേട്ടപ്പോൾ സന്തോഷമാവുന്നുണ്ട്. നിന്റെ നല്ല മനസ്സിന് എല്ലാം നല്ലതായിട്ടേ നടക്കുള്ളൂ. വാ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വീട് കാണാം. മനോഹരനും മേഘയും അയാൾക്കൊപ്പം വീട് കാണാൻ വേണ്ടിയിട്ട് നടന്നിട്ടാണ് പോകുന്നത്. ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പോരടിക്കുന്നുണ്ടായിരുന്നു. അവർ മനോഹരനെ ഫോൺ ചെയ്യാണ്, ചേച്ചിയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മനോഹരൻ വേഗം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ പറയൂ ചേച്ചി. എന്തായടാ, വീടുണ്ടെന്ന് ബ്രോക്കർ പറഞ്ഞിട്ട് നിങ്ങൾ വീട് കണ്ടോ? വീട് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ചേച്ചി. ആ സമയത്താണ് ചേച്ചി വിളിച്ചത്. മേഘ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ മനോഹരനും പറയാണ്, ചേച്ചി, മേഘ ആഗ്രഹിച്ചതുപോലെ തന്നെ വലിയ ബംഗ്ലാവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. വെറും 7,000 രൂപ മാത്രമേ വാടകയുള്ളൂ. അത് കേട്ടപ്പോൾ അവരും അതിശയത്തോട് ചോദിക്കുകയാണ്, എന്താ നീ പറഞ്ഞത്? 7,000 രൂപയ്ക്ക് ബംഗ്ലാവോ? അതെന്താണെന്നറിയോ ചേച്ചി? ഈ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ബ്രോക്കറില്ലേ ഗോവിന്ദൻ, അയാൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വീട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ കണ്ടുപിടിച്ച് തന്നത്. ശരി, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് വീട് പോയി കണ്ട് ഓണറുടെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ. ഇന്ന് തന്നെ അവിടേക്ക് പോയിട്ട് പാല് കാച്ചാം. ശരി ചേച്ചി, നമുക്ക് ഇന്ന് തന്നെ പാല് കാച്ചാം എന്ന് പറഞ്ഞിട്ടാണ് മനോഹര സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നത്. അവർ 3 പേരും ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ മേഘ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അവിടെ അയാളോട് ചോദിക്കുന്നുണ്ട്, ഇനിയും എത്ര ദൂരം പോകണം? ഇതാ മാഡം, ഇതാ ഇവിടെ അടുത്ത് തന്നെയാണ്, എത്താറായി. കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. കുറച്ച് ദൂരം എന്ന് പറഞ്ഞിട്ട് എത്രയോ ദൂരമായാലോ നടക്കുന്നത്. ഈ നടന്നാലും എത്തില്ലേ? മനോഹരൻ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ അയാളും പറയാണ്, ഇല്ല, കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വളച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ റോഡിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് ഇറങ്ങുവാണ്. ദാ ഇങ്ങോട്ടേക്കുള്ള ഈ വഴി നോക്ക്, ഇവിടെ നല്ല കാറ്റൊക്കെ കിട്ടുന്ന വഴിയാണ്. ഈ വീട് കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടോ? ഇല്ല, കുറച്ച് ദൂരം കൂടിയേ നടക്കാനുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചാൽ നല്ല വീടൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ അത് വെറുതെ ആണോ? അതെ, നല്ല വീട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുക തന്നെ വേണം. മനോഹരനും മേഘയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണ്. പക്ഷെ മേഘ അതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഗോവിന്ദൻ അഭിനയിച്ചുകൊണ്ട് പറയാണ്, അയ്യോ, അത് ഞാൻ എവിടെയാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ തപ്പി നോക്കുവാണ്. പോക്കറ്റിൽ നിന്ന് ഫോണൊക്കെ എടുത്തിട്ടും കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. അയാളുടെ മുഖത്ത് ആകെ ഒരു നിരാശയും ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, ഗോവിന്ദ, എന്താ പറ്റിയത്? അത് പിന്നെ ഒന്നുമില്ല, തിരക്ക് പിടിച്ച് വന്ന സമയത്ത് വീടിൻ്റെ ചാവി എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് കേട്ടതും മേഘയുടെ മുഖത്ത് ആകെ നിരാശയാവുകയാണ്. ചാവി എടുക്കാൻ മറന്നുപോയിന്നോ? എന്താ ഗോവിന്ദ നീ പറയുന്നത്? ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല, ചാവി വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാം. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് കാത്തു നിന്നാൽ മതി. മനോഹരനും അതത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ നീരസമുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എന്താ ഗോവിന്ദ, വീട് കാണിക്കാനാണ് നീ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്, എന്നിട്ട് ചാവി മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതെന്താ? ആദ്യം നീ ചാവിയല്ലേ എടുത്തിട്ട് വരേണ്ടിയിരുന്നത്. ശരി, നീ ആദ്യം തന്നെ പോയിട്ട് ചാവി എടുത്തിട്ട് വാ. 5 മിനിറ്റ് നിങ്ങളിവിടെ കാത്തു നിന്നാൽ മതി. ഞാൻ താണ്ടെ ഇപ്പം തിരിച്ചെത്തും. അയാൾ ആകെ പരിഭ്രമമൊക്കെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും പേടിക്കണ്ട, 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എത്തിയിരിക്കും, ഇതാ ഇപ്പം എത്തും എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഓടിപ്പോവാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ആ പോയിട്ട് വാ, ഇതിപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ താലി എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. അയാൾ കൺമുന്നിൽ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടതും മേഘ ദേഷ്യത്തോടെയും ആകെ ഒരു കൺഫ്യൂഷനായിട്ട് മനോഹരനോട് പറയുന്നുണ്ട്, മാമ, 10,000 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് അയാളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നത്? നിങ്ങൾക്കും അയാളുടെ കൂടെ പോയിക്കൂടായിരുന്നോ? എന്താ മേഘ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയാൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ.
അപ്പോൾ അയാൾ നമ്മളെ പറ്റിക്കില്ല എന്ന് നിനക്ക് മനസ്സിലാക്കിക്കൂടെ? മേഘ മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, മേഘ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധതയുടെ കാര്യത്തിലും നേർമയുടെ കാര്യത്തിലും ഗാന്ധിജിയെ പോലെയാണ്. ശരി, നമുക്ക് ആ തണലത്ത് പോയിട്ട് അവിടെ ഇരിക്കാം. നീ പേടിക്കൊന്നും വേണ്ട മേഘ, അയാൾ ഇപ്പം തന്നെ തിരിച്ചു വരും. രണ്ടുപേരും അവിടെ ഇരിക്കാൻ വേണ്ടി വന്നപ്പോൾ മനോഹരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ചെറിയ കുട്ടിയെ പോലെ പേടിക്കൊന്നും വേണ്ട, അവൻ ഇപ്പം തന്നെ വരും. അവർ രണ്ടുപേരും ഗോവിന്ദനെയും കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ഗോവിന്ദനാണെങ്കിൽ അവരുടെ കൺവെട്ടത്തിൽ നിന്ന് ഓടിപ്പോയെങ്കിലും തിരിച്ച് വീണ്ടും വന്നിട്ട് അവർ കാണാതെ അവരെ വാച്ച് ചെയ്യാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും എന്നെയും കാത്ത് അവിടെ നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഗോവിന്ദ, കയ്യിലാണെ 10,000 രൂപയും കിട്ടി. ഇനി അവരെ കൺമുന്നിൽ പെടാൻ പാടില്ല. എസ്കേപ്പ് എന്നും പറഞ്ഞിട്ട് അയാൾ വേഗം ഓടിപ്പോവാണ്. ഇതൊന്നും അറിയാതെ മനോഹരനും മേഘയും ആണെങ്കിൽ അയാളെയും കാത്ത് അവിടെ ഇരിക്കുകയാണ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മേഘ നല്ല അസ്വസ്ഥതായിട്ടുണ്ടായിരുന്നു. അവൾ മനോഹരനോട് പറയുന്നുണ്ട്, മാമ അയാൾ പോയിട്ട് ഒരുപാട് നേരമായില്ലേ, നിങ്ങൾ അയാളെ ഒന്ന് വിളിച്ചു നോക്ക്. ആ മേഘ, ഞാൻ ഇപ്പം തന്നെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് മനോഹര ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ട് വേഗം റിങ് ചെയ്യിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ അയാളുടെ ഫോണ് റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. മനോഹര ശരിക്കും പെട്ട അവസ്ഥയിലായിട്ടുണ്ട്. അയാളിങ്ങനെ ഇടങ്ങളിട്ടിട്ട് മേഘയെ നോക്കുകയാണ് പേടിയോടെ. മേഘയാണെങ്കിൽ മനോഹരനെ നോക്കിയിരിക്കുകയാണ്. എന്താ പറ്റിയത് മാമ? അത് പിന്നെ മേഘ, ഗോവിന്ദൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അത് കേട്ടതും മേഘ ചാടി എഴുന്നേക്കുകയാണ്. എന്താ പറഞ്ഞത്? സ്വിച്ച് ഓഫ് ആണെന്നോ? മേഘ മേഘ, നീ പേടിക്കല്ലേ, നീ പേടിക്കണ്ട. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മുങ്ങുന്ന ഒരാളൊന്നും അല്ല. 20 വർഷമായിട്ട് അവൻ ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ജോലിയിൽ സത്യസന്ധനാണവൻ. അതുകൊണ്ട് നീ സമാധാനത്തോടെ അവിടെ ഇരിക്ക്. കുറച്ച് നേരം കൂടെ നമുക്ക് കാത്തു നിന്ന് നോക്കാം, അവൻ വരുമായിരിക്കും. അപ്പം മേഘ വീണ്ടും കുറച്ചൊരു ക്ഷമയോട് കൂടി അവിടെ ഇരിക്കുകയാണ്. പക്ഷേ കുറച്ച് സമയം അധികം കഴിഞ്ഞിട്ടും അയാളെ വീണ്ടും കാണുന്നില്ല. മേഘ നല്ല അസ്വസ്ഥതയോടുകൂടി തന്നെയാണ് വീണ്ടും മനോഹരനോട് ചോദിക്കുന്നത്, എന്താ മാമ ഇത്ര നേരമായിട്ടും അയാളെ കാണുന്നില്ലല്ലോ, ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഞാൻ ഇപ്പം തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് മനോഹരൻ വീണ്ടും വിളിക്കുന്ന സമയത്ത് അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. മനോഹരന് മനസ്സിലായി അയാൾ ചീറ്റ് ചെയ്തതാണെന്നുള്ളത്. മേഘ പിന്നെയും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. എനിക്കെന്തോ അയാൾ പണവും എടുത്തിട്ട് മുങ്ങിയതാണെന്നാണ് തോന്നുന്നത്. മേഘ തൻ്റെ സംശയം പറയുകയാണ്. ഏയ്, അങ്ങനെയൊന്നും ഇല്ല മേഘ, അയാൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. മേഘക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്, അതാ എനിക്ക് ഇത്രയധികം സംശയം. എന്താ മേഘ ഇങ്ങനെ പറയുന്നത്? മനോഹരൻ കുറച്ചൊന്ന് സങ്കടത്തോടെ പറയാണ്. സത്യമായിട്ടും അവൻ ചാവിയായിട്ട് വരും മേഘ. അപ്പം മേഘ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, അയാൾ ചാവിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ മേഘ നീ ടെൻഷനാവുന്നത്? ഞാൻ പോയി നോക്കിയിട്ട് വരാം, നീ സമാധാനത്തോടെ ഇവിടെ ഇരിക്കേ. മനോഹരൻ അയാളെ അന്വേഷിച്ച് പോയി. മേഘയാണെങ്കിൽ മനോഹരനും അയാൾക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഓടിക്കതച്ചുകൊണ്ട് മനോഹരൻ വരുന്നത്. അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല അബദ്ധം പറ്റിയിരിക്കുകയാണെന്ന്. എന്താ മാമ, മുഖം എന്താ എന്തോ വല്ലാത്തതുപോലെ ഇരിക്കുന്നത്? അയാൾ എവിടെ പോയി? മേഘ, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അയാൾ നല്ല ഒന്നാം തരം ഫ്രോഡാണ് മേഘ. മനോഹരൻ പറഞ്ഞത് കേട്ടത് മേഘ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. മനോഹരനും ഭയന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അയാൾ സാധാരണയായിട്ട് എല്ലാ ആൾക്കാരിൽ നിന്നും കമ്മീഷൻ ഇങ്ങനെ വാങ്ങിയിട്ട് മുങ്ങി നടക്കലാണ് അത്ര പണി. ഇപ്പോഴാണ് ഞാൻ മറ്റൊരു ബ്രോക്കറുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ കൊടുത്ത 10,000 രൂപയോ? മേഘ, ആ പണവുമായിട്ട് ഗോവിന്ദ മുങ്ങിയിരിക്കുക. മേഘയ്ക്ക് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയോ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ ഫ്രണ്ട് വലിയ സത്യസന്ധനാണ്, ഗാന്ധിജിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നയാളാണ്, എന്തൊക്കെയാ പറഞ്ഞത്. നന്നായിട്ട് പറ്റിച്ചിട്ട് ഇപ്പം അയാൾ മുങ്ങിക്കളഞ്ഞു അല്ലേ? അവൻ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല മേഘ. മര്യാദയ്ക്ക് അവൻ്റെ കയ്യിൽ കൊടുത്ത ആ 10,000 രൂപ അവനെ തേടി കണ്ടുപിടിച്ച് അത് വാങ്ങിയിട്ട് എൻ്റെ കൺമുന്നിൽ വന്നാൽ മതി. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മനസ്സിലാവും എന്നും പറഞ്ഞ് മേഘ അവിടെ നിന്ന് പോവുകയാണ്. മേഘ പോവല്ലേ, മനോഹരൻ പിന്നീന്ന് വിളിച്ചു പറയുന്നുണ്ട്. മേഘ ഇങ്ങനെ സ്വയം തലയെ തല്ലുവാണ്. മനോഹരൻ പേടിയോടെ തലചൊറിഞ്ഞ് നിൽക്കുകയാണ്. അയ്യോ, അല്ലെങ്കിൽ തന്നെ ചേച്ചി നല്ല ദേഷ്യത്തിലാണുള്ളത് വീട് കിട്ടാത്തതിന്. ഇനിയിപ്പോൾ 10,000 രൂപ കൂടി ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ. എന്നെ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി ഞാൻ എന്തൊക്കെയാ പറയുക? അയാൾക്കാകെ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. ഗോവിന്ദ, എവിടെയാടാ നീ എന്നെയും പറ്റിച്ച് കടന്നു കളഞ്ഞത്? അയാൾ സ്വയം ഇങ്ങനെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. രാത്രിയായ സമയത്ത് ടെറസിൽ ഉണക്കാനിട്ടിരുന്ന ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നിരിക്കുകയാണ് ചന്ദ്രിക. ആ സമയത്താണ് കരഞ്ഞുകൊണ്ട് മലര അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടാ, എന്തിനാ കരയുന്നത്? മലര ആദ്യം മടിച്ചു നിന്ന് പറ മോളെ. അപ്പോൾ മലര് പറയുന്നുണ്ട്, ഞാൻ താഴെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹേഷ് വന്നിട്ടുണ്ടായിരുന്നു അമ്മ. അത് കേട്ടതും ചന്ദ്രിക ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, മഹേഷ് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നെന്നോ? അതെ അമ്മ, എന്നെ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ പോവില്ല എന്ന് പറഞ്ഞ സമയത്ത് ദേഷ്യത്തോടെ എൻ്റെ കവിളത്ത് നോക്കി തല്ലി അമ്മ. അത് കേട്ടതും ചന്ദ്രിക ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. എന്താ മലർ നീ പറഞ്ഞത്? മഹേഷ് നിന്നെ തല്ലിയെന്നോ? അതെ അമ്മ, കല്യാണം കഴിഞ്ഞതിന് ശേഷം സിദ്ധുവും അമ്മയും എന്നെ ഒഴിവാക്കുമെന്നും അപ്പം ഞാൻ തനിച്ചായി പോവെന്നും അതുകൊണ്ട് അയാൾക്കൊപ്പം പോവാനും പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് വലിച്ചു അമ്മ. ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി തിരിച്ചു വന്നതാണമ്മ. കേട്ട കാര്യങ്ങൾ ചന്ദ്രികയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ മലറിൻ്റെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് രാത്രി സമയങ്ങളിൽ പുറത്തു പോയിട്ട് കളിക്കരുതെന്ന്. ഇപ്പം നോക്ക്, ആ മഹേഷ് വന്നിട്ട് നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിച്ചതാണ്. ശരി, എൻ്റെ മോള് കരയല്ലേ. സിദ്ധു സാറ് വന്നതിന് ശേഷം അമ്മ ഈ കാര്യം പറഞ്ഞോളാം. ആ മഹേഷിനെ നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോൾ കരഞ്ഞുകൊണ്ട് മലര് പറയുന്നുണ്ട്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു അമ്മ. മഹേഷ് എന്നെ തട്ടിക്കൊണ്ടു പോവും അമ്മ. മലർ, നിന്നെയല്ല, നിന്റെ നിഴലിനെ പോലും ആ മഹേഷിനെ കൊണ്ട് തൊടാൻ സാധിക്കില്ല. അതിനുള്ളിൽ തന്നെ അമ്മ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കുക. ചന്ദ്രിക മലറിനെയും കൂട്ടിയിട്ട് താഴേക്ക് പോവുകയാണ്. പിറ്റേന്ന് ഒരു ഉച്ചയായ സമയത്താണ് മനോഹരൻ മുത്തശ്ശിയെയും മേഘയെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവർക്കൊരു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലഗേജൊക്കെ എടുത്തിട്ട് നടക്കുകയാണ്. പക്ഷേ വെയിൽ കൊണ്ടിട്ട് 3 പേരും നല്ല ടയേർഡാണ്. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് മേഘയൊക്കെ നിൽക്കുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മനോഹര, നീ കണ്ട വീട് എത്ര ദൂരാണ് ഇനിയുള്ളത്? ഇതാ ചേച്ചി, അടുത്തെത്തി, ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ഇതാ നോക്ക്, കുറച്ച് ദൂരത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാൻ പോകുന്ന വീടെത്തി എന്ന് പറഞ്ഞാൽ അല്പം ദൂരം നടന്നപ്പോഴേക്കും മുൻപ് ചന്ദ്രിക താമസിച്ചതുപോലെ ഒരു ചെറിയ വീടാണ്. മറ്റേ ഓടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സാധാരണ പഴയ മോഡൽ വീട്. അപ്പോൾ അത് കണ്ടപ്പോൾ എത്തിയപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി, നമ്മൾ താമസിക്കാൻ പോകുന്ന അരൺമന ഇതാണ്. ഒരു ഓടിട്ട ചെറിയ വീട്, ഒട്ടും സൗകര്യങ്ങളില്ലാതെ തോന്നിക്കുന്ന ഒരു ചെറിയ വീട്. അപ്പോൾ മേഘയാണെങ്കിൽ വല്ലാത്തൊരു ഷോക്കോടെ നിൽക്കുകയാണ്. ഇനി അവിടെയാണ് താമസിക്കേണ്ടത് എന്ന് ഓർത്തിട്ട്. മുത്തശ്ശിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എടാ മനോഹര, ഞാനൊന്ന് വെറുതെ ഒരു പഴയ വീട്, ചെറിയ വീടാണെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞെന്ന് കരുതി നീ പോയിട്ടൊരു കുടിസ് വീട് നോക്കിയിട്ട് വന്നിരിക്കുകയാണോ? ചേച്ചി, കുടിസ് വീടെന്ന് പറഞ്ഞിട്ട് ഇതിനെ കളിയാക്കാൻ നിൽക്കല്ലേ. ഈ വീട് കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാട് എനിക്കേ അറിയുള്ളൂ. മാസം വെറും 1500 രൂപ മാത്രമാണ് ഈ വീട്ടിൻ്റെ വാടക. അഡ്വാൻസ് 10,000. ചേച്ചി, നമ്മുടെ കയ്യിലുള്ള കാശിന് ഈ വീടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ മേഘയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മാമ, ഇനി ഒരു പ്രാവശ്യം കൂടി ഇതിനെ വീടെന്ന് വിളിക്കാൻ പാടില്ല. 4 ഓലക്കീറും വെച്ചിട്ട് ഒരു ഇതും കൂട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പേര് വീട് എന്നാണോ? പിന്നെ എന്തൊക്കെയാ മേഘ നീ പറയുന്നത്? ഈ വീടിന് എത്ര മത്സരം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് കേട്ട് മുത്തശ്ശി മേഘയും പരിഹാസത്തോടെ നിൽക്കുകയാണ്. മനോഹരൻ പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ, ഇപ്പം ഈ നിമിഷം നമ്മൾ ഈ വീട് വേണ്ടാന്ന് പറഞ്ഞു എന്ന് വെക്ക്, അടുത്ത നിമിഷം തന്നെ ഈ വീടിന് വേണ്ടുന്ന ആൾക്കാർ തമ്മിൽ തല്ലാൻ തുടങ്ങും. പിന്നെ അതിന് മാത്രം വലിയ ബംഗ്ലാവല്ലേ? മേഘ ചിന്തിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ച പോലുള്ള വീടുകൾ നമുക്ക് നോക്കാമായിരുന്നു. നിന്റെ കയ്യിലുള്ള 1000-നും 2000-നും ഇങ്ങനെയുള്ള വീടുകളെ കിട്ടുള്ളൂ മേഘ. അപ്പോൾ മേഘയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പക്ഷെ മറുത്തൊന്നും അവൾ പറയുന്നില്ല. 2 പേരോട് ഞാനൊരു കാര്യം പറയാം. ഈ വീട് വേണ്ടാന്ന് ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ചു പോവേണ്ടത് ആ ആൽത്തറയിൽ തന്നെയാണ്. എന്താ, അത് വേണോ? അപ്പോൾ മുത്തശ്ശി മേഘയും പരസ്പരം നോക്കുമ്പോൾ മുത്തശ്ശി മേഘയോട് വേണ്ടാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുവാണ്. അപ്പോൾ മനോഹരൻ 2 പേരെയും നോക്കിയിട്ട് പറയുന്നുണ്ട്, ചേച്ചി, എന്താ നോക്കുന്നത്? 2 പേരും വലതുകാലം എടുത്ത് വെച്ചിട്ട് സന്തോഷത്തോടെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിനകത്തേക്ക് കയറ്. ശരി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ആ വീടിന് കതവുണ്ടായിരുന്നില്ല. അപ്പോൾ മനോഹരനെ വിളിക്കുകയാണ്, എടാ മനോഹര. എന്താ ചേച്ചി? വീട് എന്ന് വെച്ചാൽ കതവും കട്ടിലും ജനലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതെന്താ ഈ വീടിന് കതവില്ലാത്തത്? അപ്പോഴാണ് മേഘയും അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ മനോഹരൻ കൂളായിട്ട് പറയാണ്, ചേച്ചി, അതുകൊണ്ടാണ് ഈ വീട് 1500 രൂപയ്ക്ക് ചീപ്പായിട്ട് കിട്ടിയത്. ചേച്ചി ചോദിച്ച സൗകര്യങ്ങളൊക്കെയുള്ള വീട് കിട്ടണമെങ്കിൽ 10,000 രൂപയെങ്കിലും അവർ കുറഞ്ഞത് വാടക ചോദിക്കും. വാ ചേച്ചി, അനാവശ്യമായിട്ട് ഓരോരോ സംശയങ്ങൾ ചോദിച്ച് നിൽക്കാതെ വാ 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 എന്നും പറഞ്ഞിട്ട് അയാൾ കയ്യിലുണ്ടായിരുന്ന ലഗേജൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നാലെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മേഘയും മുത്തശ്ശിയും അയാൾക്കൊപ്പം നടന്നു നീങ്ങുകയാണ്. ഈ വീട് കിട്ടാൻ തന്നെ ഞാൻ കഷ്ടപ്പെട്ട പാടെ എനിക്കേ അറിയുള്ളൂ എന്നൊക്കെ മനോഹരം പിറുപിറുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിനകത്തേക്ക് കയറി വന്നിട്ട് ചുറ്റിലും നോക്കുന്ന സമയത്ത് ആകെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടാണ്. മുകളിലോട്ടേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ ഓടിൽ 3/4 ഭാഗവും പൊട്ടിയിട്ട് ഓട്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, എന്താ മാമ ഇത്? എന്താ മേഘ, ഇതെന്താ വീടിൻ്റെ മുകളിൽ കുറേ ഓട്ടയൊക്കെ ഉള്ളത്? എന്താ പറഞ്ഞത്? ഓട്ട ഉണ്ടെന്നോ? മേഘ, അങ്ങോട്ടേക്ക് നോക്ക്, ആകാശം ശരിക്കും കാണാം.
രാത്രി മലർന്നു കിടക്കുകയാണെങ്കിൽ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. മനോഹരൻ കൂളായിട്ടാണ് പറയുന്നതെങ്കിലും മേഘയും മുത്തശ്ശി അത് കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. മേഘ, ഇങ്ങനെയുള്ള ഭാഗ്യമൊന്നും ആർക്കും കിട്ടില്ല, നമുക്ക് കിട്ടിയില്ലേ? അയ്യോ, എന്തൊരു സോദന ഇവൻ എന്നൊക്കെ മുത്തശ്ശി പെറുവിറുക്കുന്നുണ്ട്. എന്താ മാമ, തമാശയാക്കാണോ നിങ്ങൾ? അവസാനം ഇങ്ങനെ ഒരു ഓടിട്ട വീട്ടിൽ ഒരു ഓലക്കുടിയിൽ കൊണ്ടുവന്ന് നിർത്തിയല്ലോ നിങ്ങൾ. മേഘ, നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നീ ലക്ഷക്കണക്കിന് രൂപ തന്നിട്ട് ഞാൻ നിന്നെ പറ്റിച്ചിട്ട് ആ പണമൊക്കെ എടുത്തിട്ട് എങ്ങോട്ടോ മുങ്ങിയിട്ട് നിനക്കിപ്പോൾ അവസാനമായിട്ട് ഇതുപോലൊരു ഓലക്കുടിലേക്ക് നിന്നെ കൊണ്ടിട്ടതുപോലെ ഉണ്ടല്ലോ നിന്റെ സംസാരം കേൾക്കുമ്പോൾ. മേഘ, നീ തന്ന പണത്തിന് ഇതുപോലുള്ള സാധാരണ വീടുകൾ മാത്രമേ കിട്ടുള്ളൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ താമസിക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്തോ, നമുക്ക് വീണ്ടും ആ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ പോയി കിടക്കാം. അത് കേട്ടത് മുത്തശ്ശി ഒന്നുകൂടെ ഞെട്ടുകയാണ്. ഒപ്പം മേഘയും മറുത്തു പറയാനൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. മുത്തശ്ശി അവസാനം പറയുന്നുണ്ട്, ശരി ശരി, തൽക്കാലം നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കുറച്ചു കാലം ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കാം. ആ, അങ്ങനെ വഴിക്ക് വാ. അതിനുള്ളിൽ മേഘ ഏതെങ്കിലും നല്ലൊരു ജോലിക്ക് പോയിട്ട് കുറച്ച് കാശൊക്കെ സമ്പാദിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല വീട്ടിലേക്ക് മാറാം. മുത്തശ്ശി ഒരു പ്രതീക്ഷയോടുകൂടി മേഘയെ നോക്കുമ്പോൾ അവളും അത് ശരിവെക്കുകയാണ്. മനോഹരനും അത് കേട്ടപ്പോൾ സമാധാനമാവുന്നുണ്ട്. മേഘയാണെങ്കിൽ ചുറ്റിലും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ല മാമ, ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ ഇങ്ങനെ ഒന്നുമില്ലേ? ആ ശരിയാണല്ലോ, മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. ആ പിന്നെ 1500 രൂപ വാടകയ്ക്ക് നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കിച്ചണും വരെ കിട്ടും. നീ തന്ന 1500 രൂപയ്ക്ക് ഇത്രയേ കിട്ടുള്ളൂ മേഘ. അപ്പോൾ പിന്നെ ബാത്റൂമൊക്കെ എങ്ങനെയാണ് മാമ പോവുക? അത് കേട്ടത് മനോഹരം പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. എന്താ മാമ പറയുന്നത്? മേഘ അതിശയത്തോടെയും ഞെട്ടലോടെയും ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇത്രയും കാലം നമ്മൾ 4 ചുവരുകൾക്കുള്ളിലായിരുന്നല്ലോ കുളിച്ചുകൊണ്ടിരുന്നത്, ഇനി നമുക്ക് നല്ല ഓപ്പൺ ആയിട്ട് കുളിക്കാം. അയാൾ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും മേഘയും മുത്തശ്ശിയും പരസ്പരം ഞെട്ടിയിട്ട് നോക്കുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.